കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികയായ രോഗിക്ക് അവഗണന. പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി 81 വയസ്സുള്ള ഏലിക്കുട്ടി സെബാസ്റ്റ്യനാണ് മണിക്കൂറുകളോളം ആശുപത്രി വരാന്തയിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറാവാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. കാലിന് മുറിവും പരിക്കുമേറ്റ് ചികിത്സ വേണ്ടി വന്ന ഇടുക്കി കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ മേരിക്കുട്ടി സെബാസ്റ്റ്യന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പരിശോധിച്ച ഡോക്ടർമാർ പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ പൈനാവ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ കണക്കിന് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് റെഫർ ചെയ്ത് അങ്ങനെ കളമശ്ശേരി ഞങ്ങൾ എത്തിയതാണ്. കളമശ്ശേരിയിൽ നിന്ന് റെഫർ ചെയ്ത് അവരുടെ നിർദ്ദേശം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടുന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയർ അവിടുന്ന് പറ്റത്തുള്ളൂ, വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കുള്ള ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത്. അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ നിലവിലില്ല. അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ചികിത്സയാണ് ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല, 2 നേഴ്സുമാർ മാത്രമുണ്ട്. ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത്. തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുന്ന പോലെ ഈ അമ്മേനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലവിലില്ല. ഇപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. പലരെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പോരെ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം എന്നും പറഞ്ഞിരുന്നു. ആ ഒരു വാക്കിൻ്റെ വ്യവസ്ഥയിലാണ് ഞങ്ങളിവിടെ വരാൻ കാരണം. ഇപ്പോൾ ഇത്ര സമയമായി, ഇത്ര നേരം അമ്മ ആംബുലൻസ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആശയം ഇത് കിട്ടണില്ല. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ്റെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റു ഡോക്ടർമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂ എന്നും അന്ന് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പിന്നീട് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിൽ നിലവിലില്ല. കിടത്തി ചികിത്സ ആരംഭിച്ചതായും 24 മണിക്കൂർ സേവനം ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് യാതൊരു സേവനവും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അതിവിദഗ്ധ ചികിത്സകൾ ആവശ്യമില്ലാതെ പാലിയേറ്റീവ് പരിചരണം മാത്രം വേണ്ട ഒരു രോഗിക്ക് പോലും ഇവിടെ നിന്നും യാതൊരു സേവനവും നൽകാൻ മെഡിക്കൽ ഓഫീസർ തയ്യാറാവുന്നില്ല എന്നുള്ള വ്യാപക ആക്ഷേപമുണ്ട്. വിദൂര ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസർ വല്ലപ്പോഴും മാത്രമാണ് ആശുപത്രിയിൽ എത്തുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ അധികൃതരുടെ ഒത്താശയോടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണെന്ന് മുൻപും ആക്ഷേപമുയർന്നിരുന്നു. പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ നിർധന കുടുംബങ്ങൾ അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആരോഗ്യ കേന്ദ്രമായ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ അന്വേഷണം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കോട്ടയം ചിങ്ങവനത്ത് പേപ്പർ മില്ലിലെ യന്ത്രത്തിൽ കുടുങ്ങി തലയിടിച്ച് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. മില്ലിലെ സൂപ്പർവൈസർ പനച്ചിക്കാട് നെല്ലിക്കൽ സ്വദേശി ബിനുവാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ചിങ്ങവനം ചന്തക്കവലിയിലെ സെന്റ് മേരീസ് പേപ്പർ മില്ലിലായിരുന്നു അപകടം. ജോലിക്കിടെ ഷോൾ മില്ലിലെ മെഷീന്റെ ബെൽറ്റിൽ കുടുങ്ങി ബിനു മറിഞ്ഞു വീഴുകയായിരുന്നു. തലയിടിച്ചാണ് ഇവർക്ക് പരിക്കേറ്റത്. ജീവനക്കാർ ചേർന്ന് ഇവരെ കോട്ടയത്തെ ഭാരത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പോലീസ് കേസെടുത്തു. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ അനുസ്മരണവും നടന്നു. പരിപാടി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരുവിലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ആശംസകൾ അറിയിച്ച് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, ഷിജോ തടത്തിൽ, KN മുരളി, ജോമോൻ പൊടിപ്പാറ, TP മൽക്ക, CK രാജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഈ സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവർ നമ്മളെ പടിവാളത്തിൽ നിന്ന് താഴെയിറക്കി മാത്രമല്ല പടി അടച്ച് പുറത്തിറക്കി. ഇരുവഴി നിൽക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നവരോ, ഞാൻ നേരായി ഒരുമിച്ചാണ് ഇവിടെ ചായ കുടിച്ചിരുന്നത്. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ചായക്കാരുടെ ചുറ്റും കൂടി ഞാൻ വികാരപരമായിട്ട് സംസാരിച്ചു. അതിൽ കൂടെ കണ്ണുനീർ വന്നു.
ആത്മാർത്ഥയോടെ സ്നേഹിച്ച് പ്രവർത്തിച്ചു വന്ന മുന്നണിയും പ്രവർത്തനവും പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ, മാനസാന്റെ അഭാവം, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയും ഉത്തരവാദിത്വവും ഈ പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ വഴിയാതകളാവില്ല. കെ മാനസാന്റെ ഓർമ്മകൾക്കൊന്നും ഈ പാർട്ടിയെ വഴിയാതകളാക്കാൻ സാധിക്കുമെന്നൊരിക്കലും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന വാക്ക് എന്റെ അർത്ഥമായിരുന്നു. മൂവാറ്റുപുഴയിൽ CITU ഓഫീസിന് മുകളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ ആവോലി ഗ്രാമപഞ്ചായത്തിന് സമീപം പ്രവർത്തിക്കുന്ന ആവോലി ടിംബർ യൂണിയൻ CITUവിന്റെ ഓഫീസിന്റെ മുകളിലെ നിലയിലാണ് മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസിയായ കടുവാക്കുഴി ശശി എന്നയാളാണ് മരിച്ചത്. ഈ ഓഫീസിൽ സ്ഥിരമായി താമസിച്ചു വരുന്ന ആളാണ് ശശി എന്ന് പറയുന്നു. കുടുംബവുമായി ബന്ധമില്ലാതെ താമസിക്കുന്ന ആളാണ്. വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുള്ളതായും പറയുന്നു. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അടൂരിലെ വീട്ടിൽ തുടരുന്ന രാഹുൽ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഇന്നലെ പാലക്കാട്ടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുലിന്റെ രാജിയിൽ പാർട്ടിയിൽ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് പാലക്കാട്ടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കൽ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.